വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. അബി മിസ് ആണ് മക്കളി. നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിങ് എത്തിയല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കണ്ടേ. അപ്പൊ ഈ വീഡിയോയില് മിസ് എക്സാമിന് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞു തരാൻ പോകുന്നത്. മിസ്സിന്റെ കുട്ടികൾ എന്ത് ചെയ്യുക? ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം കേട്ടോ. ആൻഡ് ഇതിന്റെ ആൻസേഴ്സും കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മിസ്സിന്റെ പേര് അഭിരാമി എന്നാണ്. നിങ്ങൾക്ക് അബി മിസ് എന്ന് വിളിക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. റീഡ് ആൻഡ് കോംപ്രഹെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആക്ടിവിറ്റി നമുക്കിവിടെ വായിച്ച് നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. റീഡ് ദ സ്റ്റോറി ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള കഥ വായിക്കുക. അതാ നോക്കിക്കേ. സണ്ണി ഓൾവേസ് വാണ്ടഡ് ടു ഹാവ് എ ബൈസൈക്കിൾ ഓഫ് ഹിസ് ഓൺ. സണ്ണിക്ക് സ്വന്തമായിട്ട് ബൈസൈക്കിൾ വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അല്ലേ. സൈക്കിൾ വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ബട്ട് ഹിസ് ഫാദർ വാസ് നോട്ട് റിച്ച് ഇനഫ് ടു ബൈ വൺ. പക്ഷേ സണ്ണിയുടെ ഫാദർ അതാ ഈ ഒരു ബൈസൈക്കിൾ വാങ്ങിക്കാനും മാത്രം റിച്ച് അല്ല, അല്ലാന്നുണ്ടെങ്കിൽ അതിനുള്ള വരുമാനം ഇല്ല. സണ്ണി നെവർ കംപ്ലൈൻഡ് അബൌട്ട് ദിസ്. അതുകൊണ്ട് ഇതിനെ പറ്റിയിട്ട് ഒരു പരാതി പറയാനും അവര് പോയിട്ടില്ല, സണ്ണി പോയിട്ടില്ല. വൺ ഡേ സണ്ണി വാസ് ഓൺ ഹിസ് വേ ടു സ്കൂൾ ആൻഡ് ദെൻ ഹി സോ എ ബോയ് ഓൺ ദ സൈക്കിൾ. അങ്ങനെ ഒരു ദിവസം സണ്ണി സ്കൂളിലേക്ക് പോകുന്ന വഴി സൈക്കിളിൽ വേറൊരു ബോയ് പോകുന്നത് കണ്ടു അല്ലെ. While turning around a corner, the cycle skidded and the boy fell down. അങ്ങനെ ഒരു വളവിലേക്ക് എത്തിയപ്പോഴേക്കും സൈക്കിൾ എന്ത് പറ്റി? സ്കിഡ് ചെയ്ത് മറിഞ്ഞു വീണ് അല്ലെ. ആ ബോയ്, അതായത് സൈക്കിളിൽ പോയ മറ്റേ ബോയ് മറിഞ്ഞു വീണു. സണ്ണി ran to him and helped him get up. അപ്പൊ സണ്ണി ഓടിച്ചെന്ന് ആ കുട്ടിയെ എഴുന്നേൽപ്പിച്ചു അല്ലെ. The boy was badly injured. ആ ബോയ് വീണ കുട്ടി ബാഡ്ലി ഇഞ്ചേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഭയങ്കരമായിട്ട് മുറിവുകളൊക്കെ പറ്റിയിട്ടുണ്ട്. സണ്ണി took him to the hospital and then helped him reach home. അല്ലെ, സണ്ണി എന്ത് ചെയ്തു? ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു, അവസാനം തിരിച്ച് വീട്ടിൽ വരെ എത്താനായിട്ട് സഹായിച്ചു. The boy was the son of a rich businessman. ഈ വീണ കുട്ടി ആരായിരുന്നു? ഒരു റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല പൈസയുള്ള ഒരു ബിസിനസ്സുകാരന്റെ മകനായിരുന്നു അല്ലെ. He gladly gave the cycle to Sunny as a present. അപ്പൊ ഈ ചെയ്ത ഹെൽപ്പിന് വേണ്ടിയിട്ട് സണ്ണിക്ക് ആ സൈക്കിൾ ആര് കൊടുത്തു? ഈ കുട്ടി കൊടുത്തു. അപ്പൊ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു പാസേജ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അതിന്റെ ആൻസർ ഓപ്ഷൻസിലുണ്ട്. ഇതിൽ ഏതാണെന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. സണ്ണീസ് ഫാദർ വാസ് നോട്ട് റിച്ച് ഇനഫ് ടു ബൈ എ ഡാഷ്. സണ്ണീസ് ഫാദർ വാസ് നോട്ട് റിച്ച് ഇനഫ് ടു ബൈ എ ഡാഷ്. സണ്ണിയുടെ അച്ഛന് എന്തോ വാങ്ങാൻ പൈസ ഇല്ലായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. എന്താണ്? കാറാണോ, ടോയ് ആണോ, ബൈസൈക്കിൾ ആണോ, സ്കൂട്ടർ ആണോ? എന്താണെടാ? ബൈസൈക്കിൾ. സണ്ണീസ് ഫാദർ വാസ് നോട്ട് റിച്ച് ഇനഫ് ടു ബൈ എ ബൈസൈക്കിൾ. സണ്ണി വാസ് ഓൺ ഹിസ് വേ ടു ഡാഷ്. സണ്ണി എങ്ങോട്ട് പോവുമായിരുന്നു? സണ്ണി വാസ് ഓൺ ഹിസ് വേ ടു ഡാഷ്. മാർക്കറ്റ് ആണോ, ചർച്ച് ആണോ, സ്കൂൾ ആണോ, പ്ലേ ഗ്രൗണ്ട് ആണോ? സണ്ണി സ്കൂളിലേക്ക് പോവായിരുന്നു അല്ലെ. സണ്ണി വാസ് ഓൺ ഹിസ് വേ ടു സ്കൂൾ. അടുത്ത് നോക്കിക്കേ. ഫൈൻഡ് ഔട്ട് എ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് ഗോട്ട് ഹേർട്ട്. ഹേർട്ടായി അല്ലാന്നുണ്ടെങ്കിൽ മുറിവ് പറ്റി, വേദനിച്ചു എന്ന് പറയുന്ന ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു വേർഡ് ഈ ഒരു പാസേജിലുണ്ട്. അത് ഏതാണ്? സ്കിഡഡ് ആണോ, ഫെൽ ഡൗൺ ആണോ, ഇഞ്ചേർഡ് ആണോ, ഹെൽപ്ഡ് ആണോ? യെസ്, ഇഞ്ചേർഡ് ആണ് അല്ലെ. ഇഞ്ചുറി പറ്റ. ഓക്കെ, അടുത്ത് നോക്കിക്കേ. ഹൗ ഡിഡ് സണ്ണി ഹെൽപ് ദ ബോയ്. സണ്ണി എങ്ങനെയാണ് നമ്മുടെ ബോയിയെ ഹെൽപ്പ് ചെയ്തത്? എങ്ങനെയാ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അല്ലെ. താഴെ വീണ ബോയിയെ എഴുന്നേൽപ്പിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എങ്ങനെ നമുക്ക് പറയാം? സണ്ണി ഹെൽപ് ഹിം ഗെറ്റ് അപ്പ്, took him to the hospital and then helped him reach the home. വീട്ടിലെത്താനും എണ്ണിക്കാനും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഒക്കെ സണ്ണി ഹെൽപ്പ് ചെയ്തു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. റൈറ്റ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദി സ്റ്റോറി. ഈ സ്റ്റോറിക്ക് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ തലക്കെട്ട് കൊടുക്കാനാണ് അല്ലെ. അപ്പൊ ഈ സ്റ്റോറിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ടൈറ്റിൽ വേണമെങ്കിലും കൊടുക്കാം. മിസ് ടൈംലി ഹെൽപ്പ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സമയത്തിന് നമ്മൾ കൊടുത്ത സഹായം എന്നാണ്. ഇനി നിങ്ങൾക്ക് ഇതായിട്ട് ബന്ധപ്പെട്ട് എന്ത് ടൈറ്റിലാണ് നിങ്ങൾക്ക് ഇടാൻ തോന്നുന്നുള്ള താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.